വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനേ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് കൃഷിയൊക്കെ കാണിച്ചു തരാവേ. കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് കൃഷി കാര്യങ്ങൾ നോക്കുന്നതും അതിന് വളമിടുന്നതും ഒക്കെ ഡാഡി അമ്മയും കൂടിയാണ്. ഞാൻ ജസ്റ്റ് വെള്ളം നനച്ചു കൊടുക്കാറുള്ളൂ, അതും എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ മിക്കപ്പോഴും നനയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കപ്പളം കാണിച്ചു തരാം കേട്ടോ. എല്ലാം നല്ല പാകമായിട്ട് കിടക്കാണ്. ഇതാണ് നമ്മുടെ കപ്പളങ്ങ. ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പളങ്ങ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇത് കപ്പളങ്ങ എന്നാട്ടോ പറയുന്നേ. ഇതിൻ്റെ അടിയിൽ കണ്ട നമ്മൾ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇതിന് വളം പോലെയാണ്. ഇപ്പം മാങ്ങയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, ചീഞ്ഞു പോയ മാങ്ങയാണ്. പിന്നെ മാങ്ങ എന്ന് പറയാനൊന്നും ഇല്ല, അതിൽ മാങ്ങാണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ഇതിന് വളമാണ്, അതുകൊണ്ടാണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ കപ്പളം മരത്തിൻ്റെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി നട്ട് വെച്ചേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വെയിലല്ലേ, നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് വാടി നിൽപ്പുണ്ട്. ഇനി വൈകുന്നേരം വെള്ളം ഒഴിച്ചാൽ അതിന് ഉഷാറ് വരത്തുള്ളൂ. എന്നാലും കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ തക്കാളി ആയിട്ടില്ല, ഇതായി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ പെട്ടി കണ്ടോ, ഇത് നമ്മൾ കടയിൽ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവരുന്ന പെട്ടിയില്ലേ, അവിടുന്ന് മേടിച്ചാട്ടോ. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ നടണമെങ്കിൽ ഇങ്ങനത്തെ പെട്ടി മേടിച്ചിട്ട് അതെല്ലാ ഷോപ്പിലും അല്ല, വെജിറ്റബിൾസൊക്കെ കിട്ടുന്ന ഷോപ്പിലുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനത്തെ പെട്ടി മേടിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ കണ്ടോ വളമൊക്കെ ഇട്ടുണ്ട്. ഇതാണ് ചാണകമാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇതാട്ടോ നമ്മുടെ തക്കാളി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ പൂ ഇട്ടതേ ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. ഇതാണ് നമ്മുടെ തക്കാളീൻ്റെ. ഇവിടെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമ്മൾ പല ടൈപ്പ് പയറ് കാണാൻ പോവാട്ടോ. പയറ് ഒന്ന് നമ്മൾ പറിച്ചു, ഒരു തവണ ഉണ്ടായപ്പോൾ നമ്മൾ പറിച്ചു. ഇനിയിപ്പോൾ അടുത്തത് ആയി വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, നമുക്ക് കഴിക്കാനുള്ള മാത്രമല്ല, ഇപ്പോൾ അടുത്തുള്ള വീട്ടിൽ കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം വീടിൻ്റെ ഫ്രണ്ടിലാക്കിയത്, ഞാൻ ഒത്തിരി കായ്ച്ചു അത്. ഇതിപ്പം ബാക്ക് സൈഡിൽ നമ്മൾ ആക്കിയേക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പയറുമോൻ. നല്ല ടേസ്റ്റ് ആട്ടോ, വീട്ടിൽ തന്നെ ആക്കുന്നതുകൊണ്ട് നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്നല്ലേ, നല്ല ടേസ്റ്റാണ്. ഒരാണ് നമ്മൾ പറിച്ചു, അതുകൊണ്ട് ഇപ്പം കുറച്ചേ ഉള്ളൂ. ഇത് ഫുള്ളാവണം. പൂവായിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണത്തില്ലേ, കണ്ടോ ഒത്തിരി പൂവായിട്ടുണ്ട്. ഇത് വേറെ ടൈപ്പ് പയറാണേ, പക്ഷെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പം അറിയായിരിക്കും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറ്റിപ്പയറാണെന്ന് തോന്നുന്നു. എനിക്ക് വിട്ടുപോയി ഗൈസ്. പിന്നെ ഈ പയറ് നട്ടേക്കുന്നുണ്ടോ, ഇതിൻ്റെ ഇവിടം ഇത്രയും പോർഷനില്ലേ, ഇത്രയും പോർഷൻ ഞാൻ നട്ടതാട്ടോ. ഞാനും അമ്മയും ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് നട്ടേ. അപ്പോൾ ഇത് കണ്ടോ, തെങ്ങ് നിൽക്കുന്നുണ്ടോ, തെങ്ങിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അതങ്ങ് നന്നായിട്ട് വളർന്നു കണ്ടോ. ഇതെല്ലാം കായ്ച്ചു. ഇനി കുറച്ചും കൂടെ ആയിക്കഴിയുമ്പോൾ നമുക്കിത് പറിക്കാം. ഇത് പാവലാണേ. പാവൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഇങ്ങനെ അതങ്ങ് ഉഷാറാണ്, എന്നാലും ഒരു ഉഷാറ് കുറവുള്ള പോലെ ഉണ്ട്. ഇതുണ്ടോ പൂവ്. എനിക്ക് ശരിക്കും പാവയ്ക്ക് ഇഷ്ടമല്ലേ, പക്ഷെ ഡാഡിക്ക് അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് നട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പാവൽ. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാവേ. അത് ഞങ്ങൾ നട്ട് വെച്ചോന്നല്ല, അത് തന്നെ ഉണ്ടായതാണ്. അപ്പം കാണിച്ചു തരാവേ. ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തണ്ണിമത്തങ്ങ കേട്ടാ. മൂടിയിട്ടേക്കാം. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ പുല്ലായതുകൊണ്ട് എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ എവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പുല്ലിലേക്ക് പോകണ്ടേ, അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഒരെണ്ണം കൂടി ഉണ്ട്. എങ്ങനെ ഉണ്ടായെന്നറിയോ, ഇത് നമ്മൾ ഇപ്പം ഭയങ്കര ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് വീട്ടിലെപ്പോഴും തണ്ണിമത്തങ്ങ മേടിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ തൊലിയും കുരുവൊക്കെ ഇങ്ങോട്ട് എറിയും.
അങ്ങനെ അത് എറിഞ്ഞെറിഞ്ഞ് അവിടെ ഇട്ടിട്ട് അത് വളം പോലെ ആയി. അതിൻ്റെ ഏതോ ഒരു ഇത് പൊന്തി എന്ന് വെച്ചാൽ വിത്ത് പൊന്തി വന്ന കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായിപ്പോയി. എന്തായാലും അത് നന്നായിട്ട് കായ്ച്ചത് നല്ല ഇതാവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ചീര കേട്ടോ. ചീര ആദ്യം നമ്മൾ പറിച്ചപ്പോൾ നല്ല ചീര കിട്ടി. ഇപ്പം കണ്ടോ ഇതിൽ ഫുള്ളിങ്ങനെ പുഴു കുത്തിയേക്കുന്ന ഇത് പോയ പോലെയായി. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ഇതിന്. അടിപൊളി സാധനമാണ് ചീര. പക്ഷെ ഇതിപ്പോൾ ഇനി ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അപ്പടി പുഴു കുത്തി. ഇത് നമ്മുടെ വാഴത്തോട്ടാണ്. വാഴയൊന്നും പക്ഷെ അങ്ങനെ ആയി വന്നിട്ടില്ല, കായൊന്നും ആകാനൊന്നും ആയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, ഇത് മുരിങ്ങ. അത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് മുരിങ്ങയുണ്ട്. എനിക്കിഷ്ടമാട്ടോ മുരിങ്ങയിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ച അടിപൊളിയാണ്. പിന്നെ ഈ ഇല കണ്ടോ, ഇത് തോരൻ വെക്കുന്ന ചീര കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് ആക്കിയാൽ സൂപ്പറാണ്. പിന്നെ ഈ സാധനമാണ് നിത്യവഴുതനങ്ങ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാട്ടോ നിത്യവഴുതനങ്ങ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ കോവയ്ക്ക കിടപ്പുണ്ട്. നമ്മൾ പറിച്ചു ഓൾറെഡി, അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കോവയ്ക്ക? പറിച്ചോണ്ടെല്ലാം തീർന്നു. ഇനി പുതിയതാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ നടുക്കായിട്ട് കണ്ടോ ഒരു തെങ്ങുണ്ട്. തെങ്ങ് ഇതിനെ മുകളിലേക്കായി. നമുക്ക് വെണ്ടയ്ക്ക കാണാം കേട്ടോ. വെണ്ടയ്ക്ക പക്ഷെ ഫുള്ള് പോയി. നമ്മൾ ഒത്തിരി എടുത്തു, കറിക്ക് വേണ്ടി എടുത്തു. പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു, അത് പോയി. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിലായിട്ടാട്ടോ നട്ടേക്കുന്നേ. വെണ്ടയുണ്ട്, പക്ഷെ മൂത്ത് പോയി എന്നാ തോന്നുന്നേ. ഇത് കണ്ടോ, ഇത്തിരി മൂപ്പ് കൂടുതലുണ്ട്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത് ഫുള്ള് പോയിന്ന്. അതെ, ഇതിൻ്റെ ഇലയൊക്കെ പോയി. ചിലപ്പോൾ ഇതായി വരുമായിരിക്കും. അത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതങ്ങനെ ശ്രദ്ധിക്കാറില്ല നമ്മൾ, അതുകൊണ്ട് പിന്നെ ഒരെണ്ണമായിട്ട് നിൽക്കുന്നു വെണ്ടയ്ക്ക. അവിടം വരെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെ ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും പൊള്ളുന്ന ചൂടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബൈ.